നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ വരുന്നില്ലെന്ന് എന്തേ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? എന്നാ ഞാൻ ഒന്നുകൂടി പറയാം. കല്യാണ നിശ്ചയ ചടങ്ങിനെ ഞാൻ വരുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? കളിക്കുന്നു അതോ കളിപ്പിക്കുന്നു? എങ്ങനെയാ ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ ഇത്രയും നേരം നീ ഇതിനകത്ത് കയറി വാതിലടച്ചിരുന്നത്? വാതിലടച്ചിരുന്ന് ഞാൻ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ വന്നാലല്ലേ എല്ലാവർക്കും പ്രശ്നം. വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവൾക്ക് കോളേജിൽ വെച്ച് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന ദിവസവും നിന്റെ വാശി ഇത് തന്നെയായിരുന്നു. എന്താ പത്മിനി, നിന്റെ ചേച്ചിയുടെ ഈ മകൾക്ക് നന്മ വരുന്ന ഒന്നും നിനക്ക് കണ്ടുകൂടുന്നാണോ? അങ്ങനെയുള്ള സെന്റിമെന്റൽ ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല, അത് തന്നെ. നിങ്ങളെല്ലാരും കൂടി ആ ചടങ്ങങ്ങ് നടത്ത്. അതിന് ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്കൊരു മംഗളകാര്യം നടക്കുമ്പോ അതിൽ നിന്ന് അമ്മ വിട്ടു നിന്നാൽ ആളുകൾ എന്ത് കരുതും? ആളുകൾ കരുതുന്നതിന് പറയുന്നതിന് അനുസരിച്ചാണ് ഞാൻ നടക്കേണ്ടത്. നിങ്ങളെല്ലാരും കൂടി നിശ്ചയം നടത്തിട്ട് വാ. വേണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ ചോദിക്ക് ശിവേട്ട. ശിവേട്ടന്റെ കൂട്ടുകാരൻ രാജശേഖരന്റെ മകന് ആതിരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് എന്റെ അഭിപ്രായം ആവശ്യമില്ലെന്ന് ശിവേട്ടൻ എന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു. ഇപ്പോഴിതാ ഞാൻ പറയുന്നു, ശിവേട്ടന്റെ കൂട്ടുകാരൻ രാജശേഖരന്റെ മകൻ ആതിരെ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന്റെ നിശ്ചയത്തിന് ഞാനെന്തിനു വരണം? അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കൂടി ആ ചടങ്ങ് ഭംഗിയായിട്ട് നടത്തിയിട്ട് വരണം. എന്താ പത്മിനി പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? ഇന്നലെ വരെ ഇല്ലാതിരുന്ന ചിന്ത. ആ രാജശേഖരൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു? അല്ലെങ്കിൽ അയാളുടെ മകൻ നിന്നെ അപമാനിക്കാൻ പറ്റോ ചെയ്തു? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ഇതെന്താ ഷടേന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അതിന് തക്കതായിട്ടൊരു കാരണം നീ പറഞ്ഞേ തീരൂ. എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറഞ്ഞതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മിതമായ വാക്കുകളാണ്. ഇതിലും കടുപ്പിച്ചാ പറയേണ്ടിയിരുന്നത്. അതൊക്കെ പോട്ടെ, ആദ്യം എന്റെ ചോദ്യത്തിനുള്ള ഇവളുടെ മറുപടി ഞാൻ കേൾക്കട്ടെ. പ്രശ്നം പറഞ്ഞു പറഞ്ഞു വലുതാക്കല്ലേ അച്ഛാ. അച്ഛൻ ഇത്തിരി നേരം അപ്പുറത്ത് പോയി നിന്നേ. ഞാനൊന്ന് അമ്മയോട് സംസാരിക്കട്ടെ. ഗോപികെ, ഗോകുലെ, അച്ഛനൊന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയേ. ഞാൻ അമ്മയോട് സമാധാനമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി ചേച്ചി, ചെല്ല്. എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നും വേണ്ട, ഞാൻ വന്നോളാം.